ഹായ്, ഞാൻ അഫിൻ രാജ്. നിങ്ങളെ ഏവരെയും ഇൻസൈറ്റ് യുപിയുടെ പ്രാക്ടീസ് ബാച്ചിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യ ക്ലാസ്സിൽ നമ്മൾ പെർസെന്റേജിൽ നിന്നുള്ള 40 ചോദ്യങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്തത്. സോ 41ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് എ നമ്പർ R1 is 13% less than another number R2 and R2 is 50% more than 5600, then what is the value of R1? മുൻവർഷ SSC GD എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പേനയും പേപ്പറും എടുക്കാതെ ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ച് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ദെൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. കിട്ടിയോ? നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ അല്ല, R2 എന്ന് പറയുന്നത് 5600-നേക്കാൾ 50% കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 50% എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആണ് അല്ലെ? 50% മീൻസ് ഹാഫ് എന്നാണ്, പകുതി എന്നാണ്. അതായത് 5600-നോടൊപ്പം അതിന്റെ പകുതി കൂടി കൂട്ടുന്നതാണ് R2 എന്ന് പറയുന്നത്. 5600-ന്റെ പകുതി എത്രയാ? 2800 ആണ്. സോ R2-ന്റെ വാല്യൂ നമുക്ക് 5600 പ്ലസ് 2800 8400 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി R1-ന്റെ വാല്യൂ എന്ന് പറയുന്നത് R2-നേക്കാൾ 13% കുറവ്, 13% ലെസ് ദാൻ R2. അതായത് R2-ന്റെ 87% അല്ലേ R1 എന്ന് പറയുന്നത്? R1 എന്ന് പറയുന്നത് R2-ന്റെ 8400-ന്റെ 87% അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഈ ശതമാനവും ഈ രണ്ട് സീറോസും ക്യാൻസൽ ആയി. ഈ യൂണിറ്റ് ഡിജിറ്റുകൾ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കിട്ടും ആൻസറിന്റെ. 4 7 28 28 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 8. സോ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. 8 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അല്ലാതെ ഫുൾ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, 42ാമത്തെ ചോദ്യം. If the income of A is 24% less than income of B, then what percentage is B's income is more than that of A? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനകത്ത് ഒരു പെർസെന്റേജ് വാല്യൂ ഉണ്ടായിരിക്കും. അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എടുത്ത് എഴുതുക. 24% എന്ന് പറഞ്ഞാൽ എത്രയാ? 6/25 ആണ് ഫ്രാക്ഷണൽ വാല്യൂ. ക്വസ്റ്റ്യനിൽ ലെസ് എന്നോ മോർ എന്നോ ഉള്ള സൗണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ ലെസ് ആണ് ഉള്ളത്. ലെസ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇതിനെ നേരെ റിവേഴ്സ് എടുത്താൽ നമുക്ക് ഉത്തരമായി അല്ലെ? ഈ ഫ്രാക്ഷണൽ വാല്യൂവിന്റെ നേരെ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഉത്തരമായി. അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോൾ എന്ത് വരും? -6ന്റെ റിവേഴ്സ് എന്താണ്? +6 ആണ്. -6ന്റെ റിവേഴ്സ് +6 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ മുകളിൽ -6 ആണ്. അപ്പൊ 25 - 6 19. 6/19 എന്ന ഫ്രാക്ഷണൽ വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ് ആണ് നമ്മുടെ ഉത്തരം. ഒരു ഫ്രാക്ഷനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ഉത്തരം 600/19%. ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, 43ാമത്തെ ചോദ്യം. ചോദ്യം എങ്ങനെയാണ്? സാലറി ഓഫ് എ ഇൻക്രീസ്ഡ് ബൈ 8% ഇൻ ദ ഇയർ 2015 as compared to 2014 and decreased by 6% in the year 2016 as compared to 2015. If his salary was rupees 2,34,778 in 2016, his salary in 2014 was rounded to nearest whole number. എങ്ങനെയാ ചെയ്യുന്നേ? മുൻവർഷ CPO എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്ന. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ സാലറി 2014 അദ്ദേഹത്തിന്റെ സാലറിയെ 100 യൂണിറ്റ് എന്നെടുക്കുവാണ്. 2014 അദ്ദേഹത്തിന്റെ സാലറിയെ 100 യൂണിറ്റ് എന്നെടുക്കും. 2015 അത് 8
8% വർദ്ധിക്കുന്നു. 8% വർദ്ധിച്ച് എത്ര രൂപയായിട്ട് മാറുമടേ? 108 രൂപയായിട്ട് മാറും. ക്ലിയർ ആണല്ലോ. ഞാൻ ഒരു ട്രയൽ വാല്യൂ എടുത്തു 100ൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ചേഞ്ച് പെർസെന്റേജ് ചേഞ്ച് ആണ്. സോ 100 ആണ് അദ്ദേഹത്തിന്റെ 2014 സാലറി. അതിൽ 8% കൂടി 2015 108 ആയി മാറി. ഇനി 2016 എന്ത് സംഭവിച്ചു? 2016 അദ്ദേഹത്തിന്റെ സാലറി 6% കുറഞ്ഞു. 6% കുറഞ്ഞു. 108ന്റെ 6% എത്രയാണ്? 108ന്റെ 1% കിട്ടാൻ വേണ്ടി 2 സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി അല്ലെ. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 1% കിട്ടി. 1% എന്ന് പറയുന്നത് 1.08. അപ്പൊ 6% എന്ന് പറയുന്നത് 1.08 ഇൻറ്റു 6 ആണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 6.48 എന്ന് കിട്ടും. 108ൽ നിന്ന് 6.48 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നു 101.52. ഈ 101.52ന്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് എന്താണ്? 101.52ന്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് 2,34,778 ആണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ 101.52ന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 2,34,778. സോ ഉറപ്പായിട്ടും 100ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറിയ സംഖ്യ ആയിരിക്കില്ലേ? 2,34,778 ചെറുതായിരിക്കും ആൻസർ. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ആൻസർ എഴുതാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ അത് പഠിക്കുക. നിങ്ങളുടെ സമയം എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. അടുത്ത ചോദ്യം 44ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് A's income is 40% of B's income, B's income is 24% more than C's income, then by what percentage is C's income more than A's income? Your answer should be correct to 1 decimal place. 3 ആൾക്കാരെയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എനെ ബിയുമായി കമ്പയർ ചെയ്തിരിക്കുന്നു, ബിനെ സിയുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. അതായത് ഈ ക്വസ്റ്റ്യനിലെ ബേസ് എന്ന് പറയുന്നത് സി ആണ്. സിക്ക് ഞാൻ 100 എന്ന് എടുക്കുന്നു. സിക്ക് ഞാൻ 100 എന്ന് എടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ബി എന്തായിരിക്കും? ബീസ് ഇൻകം ഈസ് 24% മോർ ദാൻ സീസ് ഇൻകം. ബിയുടെ വരുമാനം എന്ന് പറയുന്നത് സിയുടെ വരുമാനത്തെക്കാൾ 24% കൂടുതലാണ്. സി 100 ആണെങ്കിൽ ബി 124 ആയിരിക്കും. അടുത്ത എ ഇൻകം ഈസ് 40% ഓഫ് ബീസ് ഇൻകം. എയുടെ വരുമാനം എന്ന് പറയുന്നത് ബിയുടെ വരുമാനത്തിന്റെ 40%. 10% എന്ന് പറയുന്നത് 12.4, 40% എന്ന് പറയുന്നത് 12.4 ഇൻറ്റു 4, 12 4 48, 4 4 16, 49.6 എന്ന് കിട്ടും എയുടെ വില. 49. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബൈ വാട്ട് പെർസെന്റേജ് ഈസ് സീസ് ഇൻകം മോർ ദാൻ എസ് ഇൻകം? സിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര കൂടുതലാണ്? 50.4 കൂടുതലാണ്. 50.4 കൂടുതലാണ്. എവിടെ നിന്നും കൂടുതലാണ്? എയിൽ നിന്നും കൂടുതലാണ്. എയുടെ വാല്യൂ അല്ലെങ്കിൽ ദാൻ കഴിഞ്ഞ് കിടക്കുന്നത് എന്താണ്? എ ആണ്. സോ എയുടെ വാല്യൂ ഡിനോമിനേറ്ററിൽ വരും 49.6. ആൻസർ എന്ത് തന്നെ ആയാലും അത് 100%-നേക്കാൾ മുകളിലായിരിക്കും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെന്റേജ് വാല്യൂ ആയി. ഇൻറ്റു 100 ചെയ്യുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ആൻസർ എന്ത് തന്നെ ആയാലും 100%-നേക്കാൾ മുകളിലാണ്. കാരണം എന്താ? ഡിനോമിനേറ്ററിനേക്കാൾ വലിയ വാല്യൂ ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 101.6 ആണോ 104.2 ആണോ ഉത്തരം വരുന്നത് എന്ന് മാത്രം നമ്മൾ ഇനി കണ്ടുപിടിച്ചാൽ മതി.
എടാ ഈ 50.4 ഡിവൈഡഡ് ബൈ 49.6 എനിക്ക് 49.6 ഡിവൈഡഡ് ബൈ 49.6 പ്ലസ് 0.8 ഡിവൈഡഡ് ബൈ 49.6 ചെയ്താൽ മതി അല്ലേ? 0.8 ഡിവൈഡഡ് ബൈ 49.6 ചെയ്താൽ മതി. 49.6 ഡിവൈഡഡ് ബൈ 49.6 എന്ന് പറയുന്നത് 100% ആണ്. അതിനോടൊപ്പം ഇതും കൂടി ആഡ് ആകും അല്ലെ? അപ്പോ ഇതിന്റെ ഈ 49.6ന്റെ എത്ര ശതമാനമാണ് 0.8 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ അല്ലേ? എടാ 1% എന്ന് പറയുന്നത് എത്ര വരും? 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 0.496 എന്ന് കിട്ടും. കിട്ടില്ലേ? അപ്പൊ 2% ആകുമ്പോൾ തന്നെ 0.8നേക്കാൾ മുകളിൽ പോകുന്നുണ്ട്, 0.92 വരുന്നുണ്ട് അല്ലെ? സോ 2% ആകണ്ട, 101 പോയിന്റ് സംതിങ് ആണ് ആൻസർ. 101.6. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിൽക്കേണ്ട, ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. അതിനെന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 45ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: A is 40% more than B and B is 60% less than C. C is 60% more than D. Then which of the following is true? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചേ നിങ്ങൾ. നോക്കുക, ഇവിടെ 4 ആൾക്കാരെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. എ, ബി, സി, ഡി. എനെ ബിയുമായി കമ്പയർ ചെയ്തിരിക്കുന്നു, ബിനെ സിയുമായി കമ്പയർ ചെയ്തിരിക്കുന്നു, സിനെ ഡിയുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. സോ ഡിക്ക് ഞാൻ 100 എന്ന് എടുക്കുന്നു, കാരണം ഡി ആണ് ബേസ്. ഡി 100. അടുത്ത C is 60% more than D. C is 60% more than D എന്ന് പറയുമ്പോൾ C യുടെ വാല്യൂ എന്തായി? 160 ആയി. B എന്ന് പറയുന്നത് എന്താണ്? B is 60% less than C. B is 60% less than C എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്നത് C യുടെ 40% എന്നാണ് അർത്ഥം. 160ന്റെ 40% എന്ന് പറയുന്നത് എത്ര വരും? 64 വരും. 16 × 4 64. അടുത്ത എയുടെ വാല്യൂ എന്ന് പറയുന്ന A is 40% more than B. ബിനേക്കാൾ 40% കൂടുതലാണ് A എന്ന് പറയുന്നത്. 40%, ബിയുടെ 40% എത്രയാണ്? 10%. 6.4. 6.4 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 25.6 എന്ന് കിട്ടും. 64നോടൊപ്പം 25.6 കൂടി കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം എന്തായി? 89.6 എന്ന് കിട്ടും. ശരിയല്ലേ? 89.6. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. D is 10.4% more than A. D is 10.4% more than A. ശരിയാണോ? ശരിയല്ല. കാരണം എന്താണ്? തിരിച്ചു പറയുവാണെങ്കിൽ A is 10.4% less than D എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെ. ഓക്കെ, 100ൽ നിന്ന് വരുന്ന പെർസെന്റേജ് ചേഞ്ച് ആണ് ഡയറക്റ്റ് ചേഞ്ച് ആകുന്ന, അല്ലാതെ 100ലേക്ക് പോകുന്ന പെർസെന്റേജ് ചേഞ്ച് അല്ല ഡയറക്റ്റ് ചേഞ്ച് വരുന്നത്. ഓക്കെ ആണ്? കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോ ഓപ്ഷൻ ഡി, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി ആണോ? A is 54% less than C. A is 54% less than C ആണോ? അല്ല, ശരിയല്ല. സോ അതുമല്ല ഉത്തരം. B is 36% less than D. B is 36% less than D. D യിൽ നിന്നും 36% കുറവാണോ B? അതെ, കുറവാണ് അല്ലേ? D യിൽ നിന്ന് 36% കുറവാണ് B. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ഒരു ചോദ്യം, സെയിം മോഡൽ ചോദ്യമാണ്. ഒന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A is 20% more than B
B is 25% more than C is 60% less than D, and D is 20% more than E. Based on the above information, which of the following is true? നമുക്കിവിടെ A, B, C, D, E വരെ ഉണ്ട് അല്ലെ? A, B, C, D and E. ഈനെ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ഇയുടെ വാല്യൂ ഞാൻ എന്തെന്നെടുത്തു? 100 എന്നെടുത്തു. E 100. D is 20% more than E എന്ന് പറയുമ്പോൾ D യുടെ വാല്യൂ എന്തായി? 120 ആയി. അടുത്ത C is 60% less than D എന്ന് പറയുമ്പോൾ C യുടെ വാല്യൂ എന്തായി? C 48 ആയി. B is 25% more than C. B എന്ന് പറയുന്നത് C നേക്കാൾ 25% കൂടുതലാണ്. C യുടെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 12. 48നോടൊപ്പം 12 കൂടി കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം 60 എന്ന് കിട്ടും. അടുത്ത A is 20% more than B. A യുടെ വാല്യൂ 70. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. D is 60% less than B. D is 60% less than B ആണോ? അല്ല. D is 60% less than B. E is 28% more than A ആണോ? E is 28% more than A അല്ല, തെറ്റാണ്. തിരിച്ചു പറയുവാണെങ്കിൽ ലെസ് ദാൻ ആയിരുന്നുവെങ്കിൽ ശരിയായേനെ. അപ്പോൾ ഓപ്ഷൻ ബി. ഓപ്ഷൻ സി ആണോ? A is 40% less than D. A is 40% less than D. അതെ, ശരിയാണ്. കാരണം എന്താ? ഡി യുടെ 60% A എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: റീതാസ് ഇൻകം ഈസ് 15% ലെസ് ദാൻ റീചാസ് ഇൻകം. ബൈ വാട്ട് പെർസെന്റേജ് ഈസ് റീചാസ് ഇൻകം മോർ ദാൻ റീതാസ് ഇൻകം? നേരത്തെ നമ്മൾ ചെയ്ത അതേ ചോദ്യം റിവേഴ്സ് ചേഞ്ചിന്റെ കോൺസെപ്റ്റ് ആണ്. വേറെ ഒന്നും ഇല്ലടാ. ഇപ്പോ എ എന്ന് പറയുന്നത് ബിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന് തന്നിട്ട് ബി എനേക്കാൾ എത്ര കുറവാണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഒരു പെർസെന്റേജ് വാല്യൂ ഉണ്ടായിരിക്കും. ആ പെർസെന്റേജ് വാല്യൂവിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എടുത്ത് എഴുതുക. 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ്. ക്വസ്റ്റ്യനിൽ മോറോ ലെസ്സോ ഉണ്ടായിരിക്കും. മോർ ആണെങ്കിൽ ന്യൂമറേറ്ററിന്റെ അവിടെ ഒരു പ്ലസ് സൈൻ കൊടുക്കുക. ലെസ് ആണ് എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിന്റെ അവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇതിന്റെ നേരെ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. -3യുടെ റിവേഴ്സ് എന്താണ്? +3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും എന്നുള്ളതാണ് നമ്മുടെ കാര്യം. 20 - 3 17. 3/17 that's equal to 17 11/17%. Option B is our answer. കാരണം എന്താ? 1/17 എന്ന് പറഞ്ഞാൽ 1/17 എന്ന ഫ്രാക്ഷണൽ വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ് വാല്യൂ എന്ന് പറയുന്നത് 5.88% ആണ്. 5.88 into 3 ചെയ്യുമ്പോൾ 17 point something വരും. അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഫ്രാക്ഷണൽ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും. അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷനെ പെർസെന്റേജിലേക്ക് മാറ്റുവാൻ വേണ്ടി ഇവിടെ *100 ചെയ്താൽ മതി. *100 ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/17 എന്ന് പറഞ്ഞാൽ 5 15/17 എന്നാണ്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഒരു ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത 48ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: if A is 28% less than B and C is 25% less than the sum of A and B, then by what percentage will C be more than A? Correct to 1 decimal place. Okay, എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമേ A ഉണ്ട്, then B ഉണ്ട്, C യും ഉണ്ട്. A is 28% less than B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ബിക്ക് 100 എന്ന് എടുക്കുകയാണ്. ബിയിലെ ഞാൻ 100 എന്ന് എടുക്കും. എ 28% കുറഞ്ഞ് 72 എന്ന വാല്യൂ കിട്ടും. ഇനി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും തുകയുടെ
25% കുറവാണ്. അതായത് എയുടെയും ബിയുടെയും സമ്മിന്റെ 75%മാണ് സി എന്ന് പറയുന്നത്. സമ്മ് 172. 172ന്റെ 75% നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 172 ഇൻറ്റു 3/4 എന്ന് വരും. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 43 ഇൻറ്റു 3 129 എന്ന് കിട്ടും. സിയുടെ വാല്യൂ 129. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബൈ വാട്ട് പെർസെന്റേജ് വിൽ സി ബി മോർ ദാൻ എ? സി എന്ന് പറയുന്നത് എയിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? എടാ 72ൽ നിന്ന് 129ലേക്ക് എത്താനായിട്ട് എത്ര കൂട്ടണം? പറയൂ. 57 കൂട്ടണം. എവിടെ നിന്നും കൂട്ടണം? അല്ലെങ്കിൽ എത്ര കൂടുതലാണ്? എവിടെ നിന്നും കൂടുതലാണ്? 72ൽ നിന്ന് കൂടുതലാണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ആ 100 ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമുക്ക് നോക്കാം. ഈ ഓപ്ഷനിലോട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു ലോവർ ലിമിറ്റ് ഉണ്ട് ഓപ്ഷനിൽ, അതായത് 75.5. ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് 84.3%. ആൻസർ എന്ത് തന്നെ ആയാലും ഈ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്നതാണ് അല്ലെ. ഒന്നുകിൽ 75.5%നും 84.3%നും ഉള്ളിൽ വരുന്നതാണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനിടയിലുള്ള എനിക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് 80%. ഓക്കെ, 80% എനിക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പെർസെന്റേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാനുള്ളത് 72ന്റെ എത്ര ശതമാനമാണ് 57 എന്നാണ്. ഞാൻ 72ന്റെ 80% കണ്ടുപിടിക്കുന്നു. 10% 7.2. അപ്പൊ 80% എന്ന് പറയുമ്പോൾ എത്ര വരും? 7 × 56 ഇരട്ട് 16 57.6 എന്ന് കിട്ടും. 72ന്റെ 80% എന്ന് പറയുന്നത് തന്നെ 80% എന്ന് പറയുന്നത് തന്നെ നമുക്ക് എത്ര എന്ന് കിട്ടി? 57.6 എന്ന് കിട്ടി. അതായത് ഈ മുകളിൽ കിടക്കുന്ന വാല്യൂവിനേക്കാൾ കൂടുതലാണ്. ശരിയല്ലേ? കൂടുതലാണ്. അപ്പൊ 80%ന് താഴെയാണ് നമ്മുടെ ഉത്തരം. ഒരു 0.6 കൂടി കുറയണം. അതായത് 1% കുറയാനില്ല. ഓക്കെ, 79നും 80നും ഇടയ്ക്കാണ് നമ്മുടെ ഉത്തരം. 79.2. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അപ്രോക്സ് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊന്നും എഴുതേണ്ടി വരില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. 79.2 ആണ് നിങ്ങളുടെ ഉത്തരമെന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ട്രസ്റ്റ് മീ, ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റും. ധൈര്യമായിട്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത 49ാമത്തെ ചോദ്യം എങ്ങനെയാണ്? സോണി സേവ്സ് 15% of her income. If her income increases by 20% and she still saves the same amount as before, then what is a percentage increase in her expenditure? Correct to 1 decimal place. മക്കളെ, ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ഞാൻ ഇവിടെ സോണിയുടെ വരുമാനം, സോണിയുടെ ഇൻകം എന്ന് പറയുന്നത് 100 എന്നെടുക്കുവാണ്. സോണിയുടെ ഇൻകം എന്ന് പറയുന്നത് 100 എന്നെടുക്കുന്നു. സോണി 15% സേവ് ചെയ്യുന്നു. 15% സേവ് ചെയ്യുന്നു. അപ്പൊ 15 സേവിങ്സ്. ഈ 15 സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് എന്താണ്? 85% അദ്ദേഹം 85% അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചിലവാക്കുന്നു. 85 പ്ലസ് 15 100. ഓക്കെ, 15% സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 85% ചിലവാക്കുന്നു എന്നാണ് അതിന് അർത്ഥം. ഓക്കെ ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കിപ്പോ പെർസെന്റേജ് ഇൻക്രീസോ പെർസെന്റേജ് ഡിക്രീസോ, പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഇൻകം, പെർസെന്റേജ് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ, പെർസെന്റേജ് ഇൻക്രീസ് ഇൻ സേവിങ്സ്, അതുപോലെ തന്നെ ഡിക്രീസ് ഒക്കെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യണം? ചേഞ്ചിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഫുൾ വാല്യൂയിലേക്ക് പോകണ്ട, ചേഞ്ചിൽ മാത്രം ഫോക്കസ് ചെയ്യണം.
ഇവിടെ എത്രയാ? ഇൻകം ഇൻക്രീസ് ബൈ 20%. ഇൻകം എത്ര ഇൻക്രീസ് ചെയ്തു? 20%. 20% ഇൻക്രീസ് ചെയ്ത് 120 എന്ന് എഴുതണ്ട, ആ ചേഞ്ച് മാത്രം എഴുതിയാൽ മതി. 20% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 20 കോടി. ഞാൻ ഈ പെർസെന്റേജ് ഇൻക്രീസിന്റെ കാര്യം അല്ലെങ്കിൽ ഡിക്രീസിന്റെ കാര്യമാണ് പറയുന്നത്. ചേഞ്ച് ഫോക്കസ് ചെയ്യുക. സ്റ്റിൽ സേവ്സ് ദ സെയിം എമൗണ്ട് ആസ് ബിഫോർ, അതായത് സേവിങ്സിലെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, മുമ്പത്തെ അതേ എമൗണ്ട് തന്നെയാണ് ഇപ്പോഴും സേവ് ചെയ്യുന്നത്, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, അതായത് ചേഞ്ച് 0 ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ്പെൻഡിച്ചർ എന്ത് തന്നെ ആയിരിക്കണം? 20 തന്നെ ആയിരിക്കണം അല്ലേ? 20 ഇൻകത്തിലെ കൂടിയ ആ എമൗണ്ട് എക്സ്പെൻഡിച്ചർ ചെലവാക്കി തീർത്താൽ മാത്രമല്ലേ സേവിങ്സ് ചേഞ്ച് ഒന്നും വരാതിരിക്കൂ. ഓക്കെ, അപ്പൊ സ്റ്റിൽ സേവ്സ് ദ സെയിം എമൗണ്ട് ആസ് ബിഫോർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർസെന്റേജ് ഇൻക്രീസ് ഇൻ യുവർ എക്സ്പെൻഡിച്ചർ. പെർസെന്റേജ് ഇൻക്രീസ് ഇൻ യുവർ എക്സ്പെൻഡിച്ചർ എത്ര രൂപയാണ് കൂടിയത്? ചേഞ്ച് എത്രയാണ്? 20. 20 ഡിവൈഡഡ് ബൈ മുൻപ് എത്രയായിരുന്നു? 85. 20 ഡിവൈഡഡ് ബൈ 85. ഇതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 5 കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്കിതിന് എന്ത് കിട്ടും? 4 ഡിവൈഡഡ് ബൈ 17 എന്ന് കിട്ടും. 4/70. 1/17 എന്ന് പറഞ്ഞാൽ 5.88% ആണ്. 1/17 5.88% ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരമായി. അപ്പൊ ആൻസർ എന്ത് വരും? 4 8 32, 4 8 32, 32 3 35, 5 അടുത്ത എന്ത് വരും? 5 4 20, 23.52 എന്ന് കിട്ടും. അതായത് 23.5 ആണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോ ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾ അറിയുക. കൺസെപ്റ്റ് ജസ്റ്റ് ഈ കാര്യം മാത്രം നിങ്ങളുടെ മൈൻഡിൽ വന്നാൽ മതി. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ ഒന്നും എഴുതേണ്ടി വരില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങും. ഓക്കെ ആണ്? അടുത്ത ചോദ്യം, 50ാമത്തെ ചോദ്യം. The expenditure on the cost of living of a man and his family is 60% of his salary. He gets 2 increment of 30% and 60% in his salary. If his savings increases by 350% of his initial saving, then the new cost of living expenditure is what percentage of the increased salary? New cost of living expenditure എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സാലറിയുടെ എത്ര ശതമാനമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണ്? ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ശ്രദ്ധിക്കുക. The expenditure on the cost of living of a man and his family is 60% of his salary. അതായത് ഞാൻ അദ്ദേഹത്തിന്റെ സാലറിയെ 100 എന്ന് എടുക്കുകയാണ്. 100. 60% അദ്ദേഹം ചെലവാക്കുന്നു, 40% അദ്ദേഹം സേവ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ 60% ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം 40% സേവ് ചെയ്യുന്നു എന്ന് കൂടിയാണ്. രണ്ടാമത്തെ, he gets to increment of 30 and 60% in his salary. അദ്ദേഹത്തിന്റെ സാലറിയിൽ 30% ആദ്യം കൂടുന്നു, then 60% കൂടുന്നു. 100 130 ആകുന്നു, then അതിന്റെ 60% കൂടി കൂടുന്നു. ഓക്കെ ആണ്? നിങ്ങൾക്ക് ഡയറക്റ്റ് സക്സസീവ് എടുക്കാം. 30ന്റെയും 60ന്റെയും സക്സസീവ് എന്ന് പറയുന്നത് എത്രയാണ്? 90 18 108 ആയി മാറും അല്ലെ? അപ്പൊ 108 കൂടി എത്രയായിട്ട് മാറി? സാലറി 208 ആയിട്ട് മാറി. 208 ആയിട്ട് മാറി. ഇവിടെ നമുക്ക് എന്താണ് പെർസെന്റേജ് ഇൻക്രീസോ ഡിക്രീസോ അല്ല കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് വാല്യൂ നമ്മൾ എഴുതിയിരിക്കുന്നത്. പെർസെന്റേജ് ഇൻക്രീസോ ഡിക്രീസോ ആണ് എന്നുണ്ടെങ്കിൽ ചേഞ്ചിൽ ഫോക്കസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി സേവിങ്സ് എത്രയായിട്ട് മാറി എന്നാണ് പറയുന്നത്? His savings increases by 350% of initial saving. Initial saving 40 ആയിരുന്നു, അതിന്റെ 350% മാറി. 4 3 12 120 140 ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കി സ്വാഭാവികമായിട്ടും എക്സ്പെൻഡിച്ചർ എത്രയായി മാറും? 68 ആയിട്ട് മാറും. 68 ആയിട്ട് മാറും. കാരണം 140 + 68 അല്ലേ 208 എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? Then the new cost of living expenditure
ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ഇൻക്രീസ്ഡ് സാലറി? ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള എന്താ, 68 ഡിവൈഡഡ് ബൈ 208 ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ ആണ്. ഇതിനെ ഞാൻ ഒന്നുകൂടി വെട്ടി വേണമെങ്കിൽ 34 ഡിവൈഡഡ് ബൈ 104 എന്നൊക്കെ എഴുതി ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും, എളുപ്പമുള്ള വാല്യൂ ആണ്. 10% എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, 20.8 ആയി. 30 എന്ന് പറയുമ്പോഴത്തേക്കും അത് 30-നും 40-നും ഇടയിലായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. പെട്ടെന്ന് നമുക്ക് എഴുതാം, രണ്ട് ഓപ്ഷൻ നമുക്ക് പോയി. അടുത്ത 32.7% 36.6% എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടാ 33.33% കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, 208-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. 208-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33.33% വാല്യൂ കിട്ടും. അപ്പൊ എത്ര കിട്ടും, 6 ബാക്കി 28 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആവും, 9 3 27. അതായത് 33.33% ആകണ്ട, അതിന് താഴെ നിൽക്കുന്ന വാല്യൂ 32.7% ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണോ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഇൻ ജാനുവരി 2022 Kriti paid an EMI which was 22% of her monthly salary. She spent the remaining salary on shopping of groceries and clothes in the ratio 7:5. She spent 18,200 on shopping of clothes. If in February 2022 her salary increased by 16%, then what was her salary in February ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഞാൻ ജാനുവരിയിലെ കൃതിയുടെ സാലറി എന്ന് പറയുന്നത് 100 യൂണിറ്റ് 100% ആണ് കൃതിയുടെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് 100%. അതില് 22% EMIക്ക് പോകും. 22% EMI അടയ്ക്കും. 22% എന്താണ്, EMI അടയ്ക്കും. അപ്പോൾ ബാലൻസ് വരുന്നത് എത്രയാണ്, 100-ൽ നിന്ന് 22 പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 78%. ഈ 78% കൃതി എന്ത് ചെയ്യുന്നു, ഗ്രോസറി മേടിക്കുകയും ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ ദ റേഷ്യോ 7:5 എന്ന റേഷ്യോയിലാണ് ചെലവാക്കുന്നത്. 7:5. ക്ലോത്ത്സിന് വേണ്ടി കൃതി ചെലവാക്കുന്ന എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 18,200. അതായത് 5ന്റെ സ്ഥാനത്ത് നമുക്ക് കിടക്കുന്ന വാല്യൂ 18,200. ഓക്കെയാണ്, ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഇവിടുത്തെ 7 യൂണിറ്റിന്റെയും 5 യൂണിറ്റിന്റെയും തുകയായ 12 യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 78% വാല്യൂ കിട്ടും. 12 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 78% എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. 10% എന്ന് പറയുമ്പോൾ എത്ര വരും, 36,400. അതിനോടൊപ്പം 2 യൂണിറ്റ് കൂടി ആഡ് ചെയ്താൽ മതി. 36,400-നോടൊപ്പം 2 യൂണിറ്റ് കൂടി ആഡ് ചെയ്യണം. 1 യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 3 എവിടെ, 3 6 ബാക്കി എത്ര വരും, 4 0 3640. 3640-ന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 7280 കൂടി ആഡ് ചെയ്യണം. 7280 എത്ര വരും, 08 എത്ര വരും, 086 13 3 ശിഷ്ടം 1 43 680 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അതായത് 78% വാല്യൂ എന്ന് പറയുന്നത് 43,680 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 16% കൂടി കൂടിയതിന് ശേഷമുള്ള സാലറിയാണ്. അതായത് നമ്മൾ ആദ്യമേ 100 യൂണിറ്റ് അല്ലെങ്കിൽ 100% എന്നാണ് എടുത്തത്. അതിനോടൊപ്പം 16 കൂടി കൂട്ടി 116% വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ ആണ്. എടാ 78% വാല്യൂ എന്ന് പറയുന്നത് 43,680. 116% വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. 0 ഉണ്ട്. സോ യൂണിറ്റ് ഡിജിറ്റ് എന്തായാലും 0 ആണ്. ഓപ്ഷനിലെല്ലാം 0 യൂണിറ്റ് ഡിജിറ്റ്. തൊട്ടടുത്ത ഡിജിറ്റ് ഏത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ ചെയ്യുന്നത്, 6 8 48 ഡിവൈഡഡ് ബൈ 8 6 വരും. ഓക്കെ,
6 വരും, 0 കഴിഞ്ഞിട്ട് 6 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. 64,960. നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ഒരു ഉത്തരം കിട്ടും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കേണ്ട. യൂണിറ്റ് ഡിജിറ്റോ, ടെൻസ് പ്ലേസിലെ ഡിജിറ്റോ, 100th പ്ലേസിലെ ഡിജിറ്റോ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സം യൂസ് ചെയ്യാം, അപ്രോക്സിമേഷൻ ചെയ്യാം, ഡീവിയേഷൻ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കണക്കുകൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം. ഇത്തിരി വലിയ ചോദ്യമായിട്ട് തോന്നുന്നുണ്ട്, എന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. A family income is rupees 35,000 in a month. The family spends the income on various expenditure via food, health, education, entertainment and rent. After incurring all the expenditure, 8% is saved every month. The expenditure on health is 50% more than that of food, while food is 3 times of the expenditure on entertainment. The expenditure on health is half of the expenditure on education. The expenditure on rent is 1/3 of the combined expenditure on food, health and education. How much expenditure is incurred on education ആണ് ചോദിച്ചത്. വായിക്കുമ്പോൾ ഒത്തിരി ഉണ്ട് എന്ന് തോന്നും, പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും. ഈ ക്വസ്റ്റ്യൻ എപ്പോഴാണ് സോൾവ് ചെയ്യാൻ കഴിയുന്നത്? റേഷ്യോ കിട്ടുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ഏതൊക്കെ രീതിയിലാണ് ഇൻകം ചെലവാക്കുന്നത്? ഫുഡിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നു, ഫുഡ്. ഹെൽത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നുണ്ട്, എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കുന്നുണ്ട്, എന്റർടൈൻമെന്റിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്, റെന്റിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ റേഷ്യോ കിട്ടുമ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് എഴുതാം. അപ്പോ ഞാൻ ഫുഡിന് വേണ്ടി ചിലവാക്കുന്ന, ഇനി ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. ദ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് 50% മോർ ദാൻ ദാറ്റ് ഓഫ് ഫുഡ്. ഹെൽത്തിന് ചെലവാക്കുന്നത് ഫുഡിന് ചെലവാക്കുന്നതിനേക്കാൾ 50% കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് 50% മോർ ദാൻ ദാറ്റ് ഓഫ് ഫുഡ്. അതായത് ഫുഡ് 2 യൂണിറ്റ് ആണെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിനോടൊപ്പം ഒന്നുകൂടി കൂടുതൽ 3 യൂണിറ്റ്. അതായത് 100 ആണ് ഫുഡിന് ചെലവാക്കുന്നതെങ്കിൽ 150 ആണ് ഹെൽത്തിന് ചെലവാക്കുന്നത്. എന്നാലേ 50% കൂടുതലാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഫുഡ് ഈസ് 3 times ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ എന്റർടൈൻമെന്റ്. ഫുഡ് എന്ന് പറയുന്ന 3 times ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, അതായത് എന്റർടൈൻമെന്റ് 1 യൂണിറ്റ് ആണെങ്കിൽ ഫുഡ് 3 യൂണിറ്റ്. The expenditure on health is half of the expenditure of education. Expenditure of health എന്ന് പറയുന്നത് half of the expenditure of education ആണ്. അപ്പോൾ 1:2. ഇനി ഇതിന്റെ എല്ലാം കൂടെ കമ്പൈൻഡ് റേഷ്യോ നമുക്ക് ഇത് ഇത്രയും ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം, ഒന്ന് ക്ലബ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ശ്രദ്ധിച്ചേടാ, ഇവിടെ ഫുഡിന്റെ വാല്യൂ കിടക്കുന്നത് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫുഡിന്റെ വാല്യൂ കിടക്കുന്നത് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. അപ്പൊ റേഷ്യോ കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ആയിട്ട് കിടക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ രണ്ടിനെയും സെയിം ആക്കണം. അതിനെന്ത് ചെയ്യണം? ഇവിടത്തെ റേഷ്യോ, ഇവിടത്തെ ഈ 2:3 എന്ന റേഷ്യോയിനെ ഇവിടത്തെ ഫുഡിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫുഡിന്റെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ ആദ്യത്തെ റേഷ്യോയിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഫുഡിന് കിടക്കുന്ന ഈ 2 കൊണ്ട് ഇവിടത്തെ റേഷ്യോയിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണ്? ക്ലിയർ ആണല്ലോ? ഇവിടെ ഇപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ഹെൽത്തിന്റെ സ്ഥാനത്ത് ഇവിടെ 9 ആണ്, പക്ഷെ ഇവിടെ 1 ആണ് കിടക്കുന്നത്. സോ ഈ റേഷ്യോയിനെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണ്? ഇപ്പൊ കമ്പൈൻഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടും? 3 × 2 6 യൂണിറ്റ്. 6:3 9. അടുത്ത നോക്കാം. 2 × 3 6 ഉണ്ട്. ഇവിടെ 2 × 1 2 യൂണിറ്റ് ഇവിടെ എഴുതി എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട്. അടുത്ത 9 × 1 9 ഇവിടെയുണ്ട്. 9 2 18 ഇവിടെയുണ്ട്. 18:2. ഇനി ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. റെന്റിന്റെ കേസ്. റെന്റ് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? The expenditure on rent is 1/3 of the combined expenditure of food, health, education
എഡ്യൂക്കേഷൻ. ഇതിന്റെ മൂന്നിന്റെയും കമ്പൈൻഡ് എക്സ്പെൻഡിച്ചറിന്റെ 1/3%, 1/3 ആണ് റെന്റിന് വേണ്ടി ചെലവാക്കുന്നത്. അതായത് 6, 9, 15, 18, 33, 33ന്റെ 1/3 ദാറ്റ്സ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. 33 ഡിവൈഡഡ് ബൈ 3 11. ഓക്കെ ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഹൗ മച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്വയർഡ് ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് ചെലവാക്കുന്നത് എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷന് ചെലവാക്കുന്നത് നമുക്ക് റേഷ്യോയിൽ എത്രയാണ് കിട്ടിയത്? 18 ആണ് കിട്ടിയത്. 18. ഓക്കെ അല്ലേ? 18 എന്ന സംഖ്യ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് 18 ഇൻറ്റു സംതിങ് ആണ് നമ്മുടെ ഉത്തരം. 18ല് 9 ഇൻറ്റു 2 എന്ന് എഴുതാം 18ന്. അതായത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്ത് വരും? ഓപ്ഷൻ എ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, അത് ഉത്തരമായേക്കാം. ബി പറ്റില്ല, സി പറ്റില്ല, ഡി പറ്റില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 12600 എന്ന് പറയാം. ഇനി ഇങ്ങനെയല്ല നമുക്ക് ചെയ്തെഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കുക. 35,000 ആണ് അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. 35,000. അപ്പൊ 35,000 8% സേവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചെലവാക്കുന്നത് എത്രയാണ്? 92%. 92/. ഇതിൽ എത്രയാണ് എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കുന്നത്? 18 ആണ്. എഡ്യൂക്കേഷന് വേണ്ടി ചെലവാക്കുന്നത് 18 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണുള്ളത്? 27, 33, 35, 46 ഡിവൈഡഡ് ബൈ 46. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും. എങ്ങനെ ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് വെട്ടാനുള്ളതൊക്കെ വെട്ടിക്കളയാം. ഇവിടെ 46ഉം 92ഉം 2 തവണ. ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും പോയി. അതായത് 350 ഇൻറ്റു 36 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. 350 ഇൻറ്റു 36 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായി. എടാ 35ന്റെ സ്ക്വയർ എത്രയാണ്? 35ന്റെ സ്ക്വയർ 3, 4, 12, 25. ഒരു 0 കൂടി കിട്ടുമ്പോ 350 ഇൻറ്റു 35 ആയി. ഇതിനോടൊപ്പം ഒരു 350 കൂടി ആഡ് ചെയ്യുമ്പോൾ 350 ഇൻറ്റു 36 ആയല്ലോ. അതായത് 12,600. ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സെറ്റ്. അടുത്ത ചോദ്യം, 53ാമത്തെ ചോദ്യം. രവി ഇനിഷ്യലി യൂസ്ഡ് ടു സേവ് 20% of his monthly income. Recently, his monthly income was raised by 25%. His nominal savings also went up by 5%. What percentage of his present nominal income does Ravi currently save? Okay. ആദ്യമേ രവിയുടെ സാലറി എന്ന് പറയുന്നത് ഞാൻ 100 എടുക്കും. സിമ്പിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂ ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് 100 നിന്ന് നമുക്ക് ചെയ്യാം. കോംപ്ലക്സ് ആയിട്ട് വരുവാണെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസ് യൂസ് ചെയ്യുക. രവി 20% സേവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 80 രൂപ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചെലവാക്കുന്നു. 20 രൂപ അദ്ദേഹം സേവ് ചെയ്യുന്നു. ക്ലിയർ ആണ്? His monthly income recently his monthly income was raised by 25%. അതായത് 100 ഉള്ളത് എത്രയായിട്ട് മാറി? 125 ആയിട്ട് മാറി. ഓക്കെ. His nominal savings also went up by 5%. സേവിങ്സ് എത്രയായിട്ട് കൂടി? 5% ആയിട്ട് കൂടി. 20ന്റെ 5% 1 ആണ്. 1 കൂടി 21 ആയിട്ട് മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറണം? 104 ആയിട്ട് മാറണം. ക്ലിയർ ആണ്? ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന what percentage of his present nominal income does Ravi currently save? ഇപ്പോഴത്തെ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് രവി സേവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 21 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായി. 100 ചെയ്യേണ്ട, നമുക്ക് അല്ലാതെ നോക്കാം.
എന്തായാലും ഉത്തരം എന്ന് പറയുന്നത് 20%-നേക്കാൾ താഴെയാണ്. ഓപ്ഷൻ ബിയുമല്ല, ഓപ്ഷൻ എയുമല്ല. 10% 12.5, 10% 12.5. 15% എന്ന് പറയുന്ന അതിന്റെ പകുതി കൂടി കൂട്ടണം അല്ലെ. 12.5ന്റെ പകുതി എന്ന് പറയുന്ന 6.25, 18.75 ആണ്. അപ്പോൾ 15% അല്ല ഉത്തരം. 15-നേക്കാൾ മുകളിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ 16.8%. ക്ലിയർ ആണ്. ഞാൻ 20% വരില്ല എന്ന് പറഞ്ഞാൽ 10% 12.5. അപ്പൊ 20% എന്ന് പറയുമ്പോഴത്തേക്ക് എന്താകും? 25 ആകും. നമുക്ക് 21 ആണ് വേണ്ടത്. സോ അവർ ആൻസർ ഈസ് 16.8%. 54-ാമത്തെ ചോദ്യം. Soham's initial expenditure and savings were in the ratio of 5:3. His income increased by 25%. If his initial savings were 4,500, find his income after the increment. Okay, പേന എടുക്കാതെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് വെയർ ഇൻ ദ റേഷ്യോ 5:3. അതായത് 5 യൂണിറ്റ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചർ എങ്കിൽ 3 രൂപയാണ് അദ്ദേഹത്തിന്റെ സേവിങ്സ്. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? 5 + 3 8 യൂണിറ്റ് ആണ്. ക്ലിയർ ആണ്. ഈ ഇൻകം 25% കൂടി എന്നാണ് പറയുന്നത്. 25% കൂടി എന്ന് പറയുമ്പോൾ എത്ര കൂടും? 2 കൂടി 10 ആയിട്ട് മാറി. ഓക്കെ. His initial savings were 4500. അതായത് 3 യൂണിറ്റിന്റെ വാല്യൂ 4500. 1 യൂണിറ്റിന്റെ വാല്യൂ 1500. 10 യൂണിറ്റിന്റെ വാല്യൂ 15000. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. The salaries of P and Q together amounts to 9,60,000. P and Q save 64% and 44% respectively of their individual salaries. If P's expenditure is 1.5 times Q's expenditure, then what is the ratio of P's salaries to Q's salary ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 64% പി സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? പിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 64 പോയി 36%. അതായത് 36% പി എന്ന് പറയുന്നത് 36% പി ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന 1.5 ടൈംസ് ക്യൂസ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറഞ്ഞത്. പിയുടെ എക്സ്പെൻഡിച്ചർ 36% എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 times 3/2 into Q's expenditure. Qയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 44 അദ്ദേഹം സേവ് ചെയ്യുന്നു. അപ്പൊ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 56%. 56% Q. സമത്തിന് അപ്പുറവും ഇപ്പുറവും വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞേ. ഇവിടത്തെ ഈ പെർസെന്റേജ് പോയി, ഇവിടത്തെ ഈ പെർസെന്റേജ് പോയി. 2ഉം 56ഉം തമ്മിൽ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 28 എന്ന് കിട്ടും. 28നെയും 36നെയും നമുക്ക് എന്തുകൊണ്ട് വെട്ടാം? 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുമ്പോൾ 4 9 36, 4 7 28. 3ഉം 9ഉം തമ്മിൽ പിന്നെയും വെട്ടി 3. അതായത് 3p = 7q എന്ന് നമുക്ക് കിട്ടി. 3p = 7q. That means P is to Q is equal to 7:3. Option B is our answer. Okay അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. The income of a person is 16,500 and his expenditure is 12,000. Next year his income increased by 24%, but his expenditure decreased by 10%. The percentage increase in his savings is. നമുക്കിവിടെ പെർസെന്റേജ് ഇൻക്രീസ് ആണ് കാണാനായിട്ട് പറഞ്ഞത്. പെർസെന്റേജ് കാണാനായിട്ട് ആക്ച്വൽ വാല്യൂവിന്റെ യാതൊരുവിധ ആവശ്യവുമില്ല. നമുക്ക് അതിന്റെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടുത്തെ 2 0 ക്യാൻസൽ ആയി, ഇവിടത്തെയും 2 0 ക്യാൻസൽ ആയി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 33 എന്ന് കിട്ടും.
33. അതായത് പേഴ്സന്റെ ഇൻകം എന്ന് പറയുന്ന 33 എന്ന് കിട്ടി. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. അതായത് 33 യൂണിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഇൻകം. 24 യൂണിറ്റ് ചെലവാക്കുന്നു. ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് എത്രയാണ്? 6 3 9 യൂണിറ്റ് ബാക്കിയുണ്ട്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ഇയർ ഈസ് ഇൻകം ഇൻക്രീസ് ബൈ 24%. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ ഇൻകം എത്രയായിട്ട് കൂടി? 24% കൂടി. 24% കൂടി എന്ന് പറയുമ്പോൾ ചേഞ്ച് എത്ര വരും? 4 3 12 2 അടുത്ത എന്ത് വരും? 24 4 3 12 23 6 18 19 ശിഷ്ടം 1 3 2 6 1 7 7.92 എന്ന് വരും. ഓക്കെ, ചേഞ്ച് എന്ന് പറയുന്നത് 7.92. But his expenditure decreased by 10%. എക്സ്പെൻഡിച്ചർ എന്തായി? 10% കുറഞ്ഞു. അതായത് 2.4 കുറഞ്ഞു, -2.4. അപ്പൊ സ്വാഭാവികമായിട്ടും സേവിങ്സ് എന്താകും? സേവിങ്സ് കൂടണം. 7 എന്നുള്ള 8 9 10.32 ആകും അല്ലെ? 10.32 10.32 ആയിട്ട് മാറും. ക്ലിയർ ആണോ ഈ എഴുതിയത്? ഓക്കെ ആണ്. ചോദിച്ചിരിക്കുന്ന പെർസെന്റേജ് ഇൻക്രീസ് ഇനി സേവിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 9 ഉണ്ടായിരുന്നത് 10.32 ആയി മാറി. സോ 10.32 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരമായി. ആൻസർ എന്ത് തന്നെ ആയാലും 100%-നേക്കാൾ മുകളിലാണ്. ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും. 120 ആണോ 115 ആണോ എന്നാണ് നമുക്ക് കാണാനുള്ളത്. 9 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് ഇതില്? 1.32 ആണുള്ളത്. 10% എന്ന് പറയുന്നത് 0.09. അപ്പൊ എന്ത് വരും? 20% വരില്ല. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. 115%. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 57. ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. സെയിം നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ റേഷ്യോ എടുക്കാം. 186 124 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 93 62 31 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് 3 യൂണിറ്റ്. അവിടെ എന്ത് വരും? 2 യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, 3:2. അപ്പോ ഇൻകം എന്ന് പറയുന്നത് എന്ത് എന്ന് കിട്ടി? 3 യൂണിറ്റ്, 2 യൂണിറ്റ് എക്സ്പെൻഡിച്ചർ, 1 യൂണിറ്റ് സേവിങ്സ് എന്ന് കിട്ടി. ഓക്കെ ആണ്. 2022 അദ്ദേഹത്തിന്റെ ഇൻകം 15% കൂടി. 3ന്റെ 15% എന്ന് പറയുന്നത് 0.45. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എത്രയായിട്ട് കൂടി? 8% കൂടി. 8% 0.16 ചേഞ്ച് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും സേവിങ്സിൽ എത്ര കൂടണം? സേവിങ്സ് എന്ത് വരും? സേവിങ്സ് 45 മൈനസ് 16 29 കൂടണം. 0.29 കൂടണം. ദാറ്റ്സ് ഈക്വൽ ടു 1ന്റെ എത്ര ശതമാനമാണ്? 0.29. 29%. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 58ാമത്തെ ചോദ്യം. Vipul spends 30% of his monthly income on rent, 60% of the remaining on groceries, and 40% of the remaining on others. If he saves rupees 7,056 in a month, then how much does he spend on groceries? ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം, വിപുലിന്റെ മന്ത്ലി ഇൻകത്തിനെ ഞാൻ 100 എന്ന് എടുക്കുന്നു. വിപുലിന്റെ മന്ത്ലി ഇൻകം 100. 30% റെന്റിന് വേണ്ടി പോകുന്നു. 30% എന്തിനു വേണ്ടി പോകുന്നു? റെന്റിന് വേണ്ടി പോകുന്നു. 30 യൂണിറ്റ് റെന്റിന് പോയി.
ബാലൻസ് എത്രയാണുള്ളത്? റെന്റിന് 30 പോയാൽ ബാലൻസ് 70. ഈ റിമൈനിങ്ങിന്റെ 60% ഗ്രോസറിക്ക് വേണ്ടി പോകുന്നു. അതായത് 70ന്റെ 60% ഗ്രോസറിക്ക് വേണ്ടി പോകുന്നു. 6 42 ഗ്രോസറിക്ക് വേണ്ടി പോയി. ഓക്കെ, ബാക്കി എത്രയാണുള്ളത്? 42 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 28 ഉണ്ട് അല്ലെ? 42 പോയാൽ ബാക്കി 28 ആണുള്ളത്. ഈ ബാക്കി വന്നതിന്റെ എത്ര ശതമാനമാണ്? 40% ഓഫ് ദ റിമൈനിങ് ഓൺ അതേഴ്സിന് വേണ്ടി പോകുന്നു. അപ്പം ഇതിന്റെ 40% അതേഴ്സിന് വേണ്ടി പോകുന്നു. 40% എന്ന് പറയുമ്പോൾ എത്ര വരും? 10% 2.8. 24 8 4 8 32. 8ഉം 3.2. 8ഉം 3ഉം 11.2. 11.2 അതേഴ്സിന് പോകുന്നു. ബാലൻസ് വരുന്നത് എത്രയാണ്? 11.2 പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 16.8 ആണ് ബാലൻസ് വരുന്നത്. ഓക്കെ അല്ലേ? ഈ 16.8ന്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന 7056 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രോസറിക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോസറിക്ക് വേണ്ടി ചിലവാക്കുന്നത് എത്രയാണ്? 42 ആണ് അല്ലെ? 42% ആണ്. 16.8% 70.56. അപ്പൊ 42ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേടാ. ഞാൻ ഇവിടെ ഈ ഡെസിമൽ മാറാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ എന്തായി? ഈ ഒരു പോയിന്റ് അങ്ങ് മാറി. ഇവിടെ ഒരു 0 കൂടി വന്നു. 168ഉം 42ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലെ? ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. അപ്പൊ ഇവിടെയും ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. കിട്ടില്ലേ? 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ഒരു തവണ പോകും. ബാക്കി 30ൽ 7 4 28 17 തുടങ്ങുന്ന 17640 ഈസ് ഔർ ആൻസർ. ഓപ്ഷൻ സി. കംപ്ലീറ്റ് ചെയ്യണ്ട. നമുക്ക് എവിടെയെങ്കിലും ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. കാരണം എന്താ? ഇതിന് സ്റ്റെപ്പിന് മാർക്കില്ല, ആൻസറിന് മാത്രമാണ് മാർക്ക്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Ajay spends 66 2/3% of his income on different household items. If his income increases by 25% and expenditure increases by 20%, then the effect on his savings will be. അജയ് അദ്ദേഹത്തിന്റെ സാലറിയുടെ ഇൻകത്തിന്റെ 66 ഡിഫറെന്റ് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. അതായത് 66 2/3% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ എന്താണ്? 2/3 ആണ്. അതായത് 3 യൂണിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഇൻകം എങ്കിൽ 2 യൂണിറ്റ് എക്സ്പെൻഡിച്ചർ പോകുന്നു, 1 യൂണിറ്റ് സേവ് ചെയ്യുന്നു. ഇൻകം എത്രയാണ്? 25% കൂടി. 25% 0.75 ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 20%. എക്സ്പെൻഡിച്ചർ 2ന്റെ 40% 0. എത്ര കൂടി? ഇൻക്രീസ് ബൈ 20% ആണ്. സോ എന്ത് വരും? 0.4 എന്ന് കിട്ടും. 0.4. അപ്പൊ സ്വാഭാവികമായിട്ടും സേവിങ്സ് എന്ന് പറയുന്നത് എന്ത് വരും? 0.35 വരും. ദാറ്റ്സ് ഈക്വൽ ടു 35%. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. If an employee income is ₹72,000, the amount he spent is 40% higher than his savings. Therefore, his savings is. ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. പേര് എടുക്കാതെ ചെയ്യാനായിട്ട് ശ്രമിച്ചേ. എടാ 40% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ എന്താണ്? 2/5 ആണ്. അതായത് 5 യൂണിറ്റ് ആണ് അദ്ദേഹം സേവ് ചെയ്യുന്നത് എങ്കിൽ 7 യൂണിറ്റ് ചെലവാക്കുന്നു. അതായത് ഇൻകം എന്ന് പറയുന്നത് 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റിന്റെ വാല്യൂ ആണ് 72,000 എന്ന് തന്നിരിക്കുന്നത്. അതായത് 1 യൂണിറ്റിന്റെ വാല്യൂ 6,000. സേവിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 6 5 30,000. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഓക്കെ ആണോ? എഴുതാം.
40% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ എന്താണ്? 2/5 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് the amount he spends is 40% higher than his savings. ഞാൻ സേവിങ്സ് 5 യൂണിറ്റ് എന്നെടുക്കും. 40% ഹയർ ആകണമെങ്കിൽ 5നോടൊപ്പം 2 കൂടി 7 യൂണിറ്റ് ആയിരിക്കണം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. 7 + 5 12 യൂണിറ്റ് ആയിരിക്കും ഇപ്പോൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, 12 യൂണിറ്റിന്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന എത്രയാണ്? 72,000 ആണ് നൽകിയിരിക്കുന്നത്. 72,000 അതായത് × 6,000 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 5 യൂണിറ്റിന്റെ വാല്യൂ ആണ്. സോ 5 × 6,000, 6×5 30, 30,000. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. എളുപ്പമല്ലേ? അടുത്ത ചോദ്യം, 61ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സുരേഷ് എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 3:1. His income increases by 25%. If his savings increases by 20%, then by how much percentage does his expenditure increases? എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ 3:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3:1. സോ ഇൻകം എന്ന് പറയുന്നത് 4 യൂണിറ്റ്. ഇൻകം 25% കൂടി എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് കൂടി. സേവിങ്സ് ഇൻക്രീസസ് ബൈ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.2 കൂടി. സോ 0.8 ആയിരിക്കും സേവിങ്സിൽ വന്നിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്, അല്ലെ എക്സ്പെൻഡിച്ചറിൽ വന്നിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്. പെർസെന്റേജ് ബൈ ഹൗ മച്ച് പെർസെന്റേജ് ഡസ് ഹിസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0.8 ഡിവൈഡഡ് ബൈ 3 × 100 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായി. ഓക്കെ, 80 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 80 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും? 2. ബാക്കി 20ൽ 6.66 എന്ന് കിട്ടും. 26.66 ദാറ്റ്സ് ഈക്വൽ ടു 27% എന്ന് റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഏർൺസ് ₹16,000 per month and spends 80% of his income and saves the remaining amount. If his income increased by 20% and expenditure by 10%, find the percentage increase in his savings. പേന എടുക്കാതെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഈ തന്നിരിക്കുന്ന വാല്യൂവിന്റെ യാതൊരുവിധ ആവശ്യവുമില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വാല്യൂസ് തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ അതേ മോഡലിൽ ചിന്തിക്കുക. ഇവിടെ ഇൻകം ഉണ്ട്. ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ക്ലിയർ ആണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഈ സേവിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 80 രൂപ അദ്ദേഹം ചിലവാക്കുന്നു. അപ്പൊ 20 ആണ് ആദ്യത്തെ സേവിങ്സ്. അപ്പം ഡിവൈഡഡ് ബൈ 20 ആയിരിക്കും. ഓക്കെ, ഇനി സേവിങ്സിൽ വന്ന ചേഞ്ച് കൂടെ കിട്ടിയാൽ നമുക്ക് ഉത്തരമായി. ക്ലിയർ ആണല്ലോ? 100 നമ്മൾ ആദ്യം എടുത്തു. ഇൻകം ഇൻക്രീസ് ബൈ 20%. 100ന്റെ 20% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ചേഞ്ച് എത്രയാ? 20%. അതായത് 20 ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ 10% കൂടി എന്നാണ് പറയുന്നത്. അത് കുറയ്ക്കണം. ഓക്കെ, ഹിസ് ഇൻകം ഇൻക്രീസ് ബൈ 20% ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ 10%. ആദ്യത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 80%. അതിന്റെ 10% എന്ന് പറയുന്നത് 8 ആണ്. 20ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് കിട്ടുന്നു 12. 12 ഡിവൈഡഡ് ബൈ 20 × 100 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമാകും. 1/20 എന്ന് പറഞ്ഞാൽ 5% ആണ്. 12 × 5 60% നമ്മുടെ ഉത്തരം. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? വേറെ ഒന്നും ഇല്ലടാ, നമ്മൾ മൈൻഡിൽ ചിന്തിക്കുക. ആദ്യമേ
100 ആണ് നമ്മൾ ഇൻകം എന്ന് എടുത്തത്. നമ്മൾ ഇത്രയും നേരം കണക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ മൈൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യണം. ഇൻകത്തിനെ ഞാൻ 100% അല്ല 100 എന്ന് എടുത്തു. 80 സ്പെൻഡ് ചെയ്യുന്നു. സോ സേവിങ്സ് എന്ന് പറയുന്നത് 20 ആണ്. ശരിയാണ്? ഓക്കെ. ദാറ്റ് മീൻസ് നമ്മുടെ ഫൈനൽ ആൻസറില് സേവിങ്സ് പെർസെന്റേജ് ആണ്, ഇൻക്രീസ് ഇൻ സേവിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മുൻപുണ്ടായിരുന്ന സേവിങ്സ് ഡിവൈഡഡ് ബൈ വരും. ഓക്കെ, ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ എന്ത് വരും? സേവിങ്സിലുണ്ടായ ഇൻക്രീസ് വരും. അതായത് സേവിങ്സിലുണ്ടായ ഇൻക്രീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 20 ഇൻകം ഇൻക്രീസ് ചെയ്തു, അതായത് 20 രൂപ കൂടി. എക്സ്പെൻഡിച്ചർ 10 രൂപ കൂടി, അപ്പം 20ഉം അപ്പുറത്തെ 8 കൂടി. 20 8 കുറച്ചാൽ 12 കിട്ടും. സേവിങ്സിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 12/20 എന്ന് പറഞ്ഞാൽ 60%. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. A woman spends 2/3 of her income. If her income increased by 18% and the expenditure increased by 24%, then the percentage increase in her savings will be. സെയിം മോഡൽ ചോദ്യമാണ്. മൈൻഡിൽ ചെയ്യാൻ കഴിയുന്നവർ ഉറപ്പായിട്ടും മൈൻഡിൽ ചെയ്യുക. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്തും സോൾവ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ അലിഗേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ മൈൻഡ് ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് കഴിയും. ഓക്കെ ആണ്? നമുക്ക് നോക്കാം. 2/3 ഓഫ് അവർ ഇൻകം സ്പെൻഡ് ചെയ്യുന്നു. അതായത് 3 യൂണിറ്റ് ആണ് ഇൻകം എങ്കിൽ 2 യൂണിറ്റ് അദ്ദേഹം ചിലവഴിക്കുകയും 1 യൂണിറ്റ് സേവ് ചെയ്യുകയും ചെയ്യും. If our income increase by 18%, ഇൻകം എന്ന് പറയുന്നത് എത്ര കൂടി? 18 കൂടി. അതായത് 0.54 ആണ് ചേഞ്ച് എന്ന് പറയുന്നത്. 18 × 3 is equal to expenditure increase by 24%, 0.48 ഇവിടെ എക്സ്പെൻഡിച്ചറിൽ കൂടി. അപ്പൊ സ്വാഭാവികമായിട്ടും സേവിങ്സ് എന്ന് പറയുന്നത് എത്ര കൂടണം? 0.06 കൂടണം. ഒന്നിന്റെ എത്ര ശതമാനമാണ് 0.06 എന്ന് പറയുന്നത്? 6%. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്? നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇത് മൈൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യം. ഒരു നല്ല ചോദ്യമാണ്. Rishu saves X% of her income. If her income increased by 26% and the expenditure increased by 20%, then our savings increases by 50%. What is the value of X? നമ്മുടെ ബേസിക് മെത്തേഡിലും ഇത് ചെയ്യാം. X ഉപയോഗിച്ച് ചെയ്യാം, X ഇടാതെ ചെയ്യാം, അലിഗേഷൻ യൂസ് ചെയ്തും ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് അലിഗേഷൻ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അതായത് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചേഞ്ചിന്റെയും സേവിങ്സിൽ വരുന്ന ചേഞ്ചിന്റെയും ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഇൻകത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറിനെയും സേവിങ്സിനെയും ഇൻകവുമായി അലിഗേറ്റ് ചെയ്യുമ്പോൾ അവയുടെ റേഷ്യോ കിട്ടും എന്നാണ് അതിനർത്ഥം. ഓക്കെ ആണ്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് അലിഗേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞ് ചെയ്യും. കിട്ടിയോ? നോക്കാം. ഇൻകം ഇൻക്രീസ് ബൈ 26%. ഇൻകം വെച്ചാണ് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നത്. അതായത് 26% ആണ് ഇൻകത്തിൽ വന്ന ഇൻക്രീസ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 20%. എക്സ്പെൻഡിച്ചർ 20% ഇൻക്രീസ് ചെയ്തു. സേവിങ്സ് ഇൻക്രീസസ് ബൈ 50%. സേവിങ്സ് ഇൻക്രീസസ് ബൈ 50%. അതായത് എക്സ്പെൻഡിച്ചറിൽ വന്ന ചേഞ്ചിന്റെയും സേവിങ്സിൽ വന്ന ചേഞ്ചിന്റെയും ഫൈനൽ ഔട്ട്കം ആണ് ഇൻകത്തിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണ്?
ഇത് അലിഗേറ്റ് ചെയ്യുമ്പോൾ, പരസ്പരം അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ്പെൻഡിച്ചറിന്റെയും സേവിങ്സിന്റെയും റേഷ്യോ കിട്ടും. 50-ൽ നിന്ന് 26 കുറയ്ക്കുമ്പോൾ നമുക്ക് 24% എന്ന് കിട്ടുന്നു. 26-ഉം 20-ഉം 6% എന്ന് കിട്ടുന്നു. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് എന്ന് കിട്ടുന്നു? 4:1 എന്ന റേഷ്യോ കിട്ടുന്നു. 4:1 എന്ന റേഷ്യോ കിട്ടുന്നു. അതായത് 4 യൂണിറ്റ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചർ എങ്കിൽ 1 യൂണിറ്റ് ആണ് സേവിങ്സ് എന്ന് പറയുന്നത്. 4:1 എന്ന റേഷ്യോയിലാണ്. ഓക്കെ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വാല്യൂ ആണ്. X% ഇൻകം സേവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. റേഷ്യോയിൽ നമുക്ക് എത്ര സേവ് ചെയ്യുന്നു എന്നാ കിട്ടി? 1 സേവ് ചെയ്യുന്നു. എത്രയിൽ നിന്ന് 1 സേവ് ചെയ്യുന്നു? 4 + 1 5 യൂണിറ്റ് ആണ് ഇൻകം. 5 യൂണിറ്റിൽ 1 യൂണിറ്റ് സേവ് ചെയ്യുന്നു. 1/5 എന്ന് പറഞ്ഞാൽ 20%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? ഇവിടെ 5 വന്നത് എന്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടിയത് എക്സ്പെൻഡിച്ചറിന്റെയും സേവിങ്സിന്റെയും റേഷ്യോ ആണ്. എക്സ്പെൻഡിച്ചറിന്റെയും സേവിങ്സിന്റെയും റേഷ്യോ ആണ്. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് 4 + 1 5 യൂണിറ്റ് ആണ്. സേവിങ്സ് പെർസെന്റേജ് എന്ന് പറയുന്നത് X% ഓഫ് അവർ ഇൻകം. അപ്പം 1 എത്ര യൂണിറ്റിൽ സേവ് ചെയ്യുന്നു? 5 യൂണിറ്റ്. 1/5 20%. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി ഇത് എക്സ് യൂസ് ചെയ്ത് ബേസിക് മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുക? അലിഗേഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ സെയിം മോഡലിൽ നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ എന്ത് ചെയ്യുക? നിങ്ങൾ മറ്റേ മോഡലിൽ തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, 26ാമത്തെ ചോദ്യം. The monthly salaries of A and B are the same. A, B and C donate 10%, 8% and 9% respectively of their monthly salaries to a charitable trust. The difference between the donations of A and B is ₹400. The total donation by A and B is ₹900 more than that of C. What is the monthly salary of C ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? എയുടെയും ബിയുടെയും സാലറി സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. A is equal to B ആണ്. സിയും കൂടെ ഇവർ എത്രയാ ഡൊണേറ്റ് ചെയ്യുന്നത്? 10%, 8%, 9%. 10%, 8%, 9%. ഇവിടെ നിന്ന് എയുടെയും ബിയുടെയും സാലറി സെയിം ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2%. ഈ 2%ത്തിന്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് 400 എന്ന്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡൊണേഷൻസ് ഓഫ് എ ആൻഡ് ബി. അതായത് 2%ത്തിന്റെ വാല്യൂ 400, 1% 200. ഇവരുടെ 2 പേരുടെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഡൊണേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 18%. 18%. ഈ 18%ത്തിന്റെ വാല്യൂ അപ്പൊ എന്ത് വരും? 3600 എന്ന് കിട്ടും. 3600. ഓക്കെ അല്ലേ? സിയുടെ ഡൊണേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? സിയുടെ ഡൊണേഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കമ്പൈൻഡ് ഡൊണേഷന്റെ ടോട്ടലിന്റെ 900 കുറവ്. അതായത് 9% സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9% സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3600-ൽ നിന്ന് 900 കുറവ്. 3600-ൽ നിന്ന് 900 കുറച്ചാൽ നമുക്ക് കിട്ടുന്നു 2700. 9% 2700. 1% എന്ന് പറയുന്നത് 300. 100% എന്ന് പറയുന്നത് 30,000. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 66ാമത്തെ ചോദ്യം. ഒന്ന് ചെയ്ത് നോക്കിയേ. ആൻസർ ഒന്ന് ചെയ്തേ. ഒരു സ്റ്റെപ്പും എഴുതാതെ നിങ്ങൾ മനസ്സിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു. റീനു സേവ്സ് 20% ഓഫ് ഹർ ഇൻകം. 20% അവള് സേവ് ചെയ്യും. അതായത് 100 യൂണിറ്റ് ആണ് ഇൻകം എങ്കിൽ 80 യൂണിറ്റ് ചെലവാക്കുകയും 20 യൂണിറ്റ് സേവ് ചെയ്യുകയും ചെയ്യും.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സേവിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സേവിങ്സിലെ ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിവൈഡഡ് ബൈ 20 വരും. ന്യൂമറേറ്ററിൽ എന്ത് കിട്ടുമെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഇൻകം ഇൻക്രീസ് ബൈ 29%. 100 ആയിരുന്നു ആദ്യത്തെ ഇൻകം. 29% ഇൻക്രീസ് ചെയ്തു. ചേഞ്ച് എന്ന് പറയുന്നത് 29. ഓക്കെ അല്ലേ? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയായിട്ട് കൂടി എന്നാ പറഞ്ഞേക്കുന്നത്? 20% ആയിട്ട് കൂടി. അതായത് 8ന്റെ 20%, 80ന്റെ 20% 16. ഓക്കെ, 29ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടുന്നു. 13 ഡിവൈഡഡ് ബൈ 25ന്റെ പെർസെന്റേജ് വാല്യൂ ആയിട്ടുള്ള 65% നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതും എഴുതണ്ട, നിങ്ങൾ ഇതും എഴുതേണ്ടി വരില്ല. ക്വസ്റ്റ്യൻ കണ്ട നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ സ്ക്രീനിൽ 65% മാർക്ക് ചെയ്യുന്നു, പോകുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുവാൻ കഴിയും. ഓക്കെ ആണ്? അടുത്ത ചോദ്യം, 67ാമത്തെ ചോദ്യം. രമേശ് saves 26 and 2/3% of his monthly salary. When his expense are increases by 20%, he able to save rupees 4080 per month. His monthly salary is. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചേ. കിട്ടിയോ? എന്തായി? 26 and 2/3% ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂ എന്താണ്? 26 2/3% ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂ എന്താണ്? 4/15 ആണ്. 4/15. ഇതെങ്ങനെയാ കിട്ടുന്നേ? ഞാൻ ഈ 26 2/3%നെ 20% പ്ലസ് 6 2/3% എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ് എന്ന് നമുക്കറിയാം. 6 2/3%, 6.66% എന്ന് പറഞ്ഞാൽ 1/15 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4/15 എന്ന് കിട്ടും. ഓക്കെ ആണ്? ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നതിലേക്ക് പോകാം. Ramesh saves 26 and 2/3% of his monthly salary. മന്ത്ലി സാലറി 15 ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം 4 യൂണിറ്റ് സേവ് ചെയ്യുന്നു. അതിനർത്ഥം 11 യൂണിറ്റ് ചെലവാക്കുന്നു എന്ന് കൂടിയാണ്. ഓക്കെ ആണ്? When his expense are increased by 20%, എക്സ്പെൻസ് 20% കൂടി. എക്സ്പെൻസ് ഇൻക്രീസ്ഡ് ബൈ 20%. അതായത് ഇവിടെ 2.2 കൂടി. ഇൻകത്തിലെ വേറെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സേവിങ്സ് സ്വാഭാവികമായിട്ടും 2.2 കുറയും. 2.2 കുറയും. 4ൽ നിന്ന് 2.2 കുറഞ്ഞാൽ നമുക്ക് 1.8 എന്ന് കിട്ടും. ഈ 1.8ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന 4080. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 15 യൂണിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 15 യൂണിറ്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? നോക്കിയടാ, ഇവിടെ 18ന്റെ സ്ഥാനത്ത് ഈ 1.8ന്റെ സ്ഥാനത്ത് ഞാൻ 18 ആക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഡെസിമൽ അങ്ങ് പോകും. 18ന്റെ ഉത്തരം എന്ന് പറയുന്നത് 40,800. അതായത് 3 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും. 3 യൂണിറ്റിന്റെ വാല്യൂ 3 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 6 36, 48 6 8 48 6800. ഈ ഉത്തരത്തിനോടൊപ്പം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 യൂണിറ്റിന്റെ വാല്യൂ കിട്ടും. 6800 ഇൻറ്റു 15 34,000. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം,
68ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ദ ഇൻകം ഓഫ് എ ഈസ് 80% ഓഫ് ബിസ് ഇൻകം ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് 60% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ. If the income of A is equal to 90% of B's expenditure, then by what percentage are the savings of A more than B's savings? ഒന്ന് ചെയ്ത് നോക്കിയേ. ജസ്റ്റ് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് ഉത്തരമായി. കിട്ടിയോ? ഇൻകം ഓഫ് എ ഈസ് 80% ഓഫ് ബിസ് ഇൻകം. ഇൻകം ഓഫ് എ എന്ന് പറയുന്നത് ഇൻകം എയുടെയും ബിയുടെയും ഇൻകം ഓഫ് എ ഈസ് 80% ഓഫ് ബിസ് ഇൻകം. 80% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ വാല്യൂ എന്ന് വരും 4/5 വരും. അതായത് ബി 5 യൂണിറ്റ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ. എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് 60% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഓഫ് എ എന്ന് പറയുന്നത് 60% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. 60% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 3/5 ആണ്. അതായത് ബി 5 യൂണിറ്റ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? എക്സ്പെൻഡിച്ചറിന്റെയും ഇൻകത്തിന്റെയും നമുക്ക് റേഷ്യോ. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഇൻകം ഓഫ് എ ഈസ് ഈക്വൽ ടു 90% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഓഫ് എ എന്ന് പറയുന്നത് 90% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ഓഫ് എ 90% ഓഫ് ബിസ് എക്സ്പെൻഡിച്ചർ. അതായത് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 9:10 എന്ന് വരണം. ഇവിടെ 9 വരണം, ഇവിടെ 10 വരണം. 9:10 എന്നുള്ള റേഷ്യോയിലായിരിക്കണം ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ശ്രദ്ധിക്കുക. ആദ്യമേ നമുക്ക് ഈ കോഎഫിഷ്യൻസ് സെയിം ആക്കി നോക്കാം. സെയിം ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 4, ഇവിടെ 5 ആണ് കിടക്കുന്നത്. സോ ഈ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ രണ്ടിടത്തും സെയിം ആയിട്ട് വന്നു. ഓക്കെ ഇല്ലേ? ഇനി നമുക്ക് റേഷ്യോയിലേക്ക് കടക്കാം. 9:10 എന്ന റേഷ്യോയിൽ വരണം. അപ്പൊ ആദ്യത്തെ ഇൻകത്തിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ്പെൻഡിച്ചറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കുറച്ചെഴുതുമ്പോൾ നമുക്ക് സേവിങ്സ് കിട്ടും. ഓക്കെ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സേവിങ്സ് ഓഫ് എ മോർ ദാൻ ബി സേവിങ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യുമ്പോൾ എന്ത് വരും? 4 5 20, 20 × 9 29 18 180. 180-ൽ നിന്ന് 120 കുറയ്ക്കുമ്പോൾ 60 എന്ന് കിട്ടും. ആരുടെയാണ്? എയുടെ സേവിങ്സ് എന്ന് പറയും. രണ്ടാമത് 5 9 45. 45 × 5 കൂടി നമുക്ക് ചെയ്യണം. 25 × 9 ചെയ്യുമ്പോൾ എത്ര വരും? 225. 225-ൽ നിന്ന് എത്ര കുറയ്ക്കണം? 200 കുറയ്ക്കുമ്പോൾ 25 എന്ന് കിട്ടും. ബിയുടെ സേവിങ്സ് എന്ന് പറയുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എയുടെ സേവിങ്സ് ബിയുടെ സേവിങ്സിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് കൂടുതൽ? 25 60-ലേക്ക് എത്താനായിട്ട് എത്ര കൂടണം? 35 കൂടണം. എവിടെ നിന്ന് കൂടണം? 25-ൽ നിന്ന് കൂടണം. ഓക്കെ. ആൻസർ അപ്പൊ എന്ത് വരും? 100-നേക്കാൾ മുകളിലാണ്. ഈ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ ഡിയുമല്ല. ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനെ നമുക്ക് വെട്ടി എഴുതാം. വെട്ടി എഴുതുമ്പോൾ എന്ത് വരും? 7/5 എന്ന് വരും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ
1/5 എന്ന് പറയുന്ന 20%, 7/5 എന്ന് പറയുന്ന 140%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം. The monthly expense of a person is 66 2/3% more than her monthly savings. If her monthly income increased by 40% and her monthly expense increases by 60%, then there is an increase of 1040 in her monthly savings. What is the initial expenditure in rupees? Monthly expense of a person is 66 2/3% more than her savings. 66 2/3% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ എന്താണ്? 2/3 ആണ്. അതായത് 3 യൂണിറ്റ് ആണ് സേവിങ്സ് എങ്കിൽ 3നോടൊപ്പം 2 കൂടി 5 യൂണിറ്റ് ആണ് എക്സ്പെൻഡിച്ചർ. അതായത് ഇൻകം എന്ന് പറയുന്നത് 8 യൂണിറ്റ്. മന്ത്ലി ഇൻകം ഇൻക്രീസ് ബൈ 44%. ഇൻകം എത്രയായിട്ട് കൂടി? 44% കൂടി എന്നാണ് പറയുന്നത്. Monthly expense increased by 60%, that is increase in 44% of monthly savings. What is the initial expenditure? മന്ത്ലി ഇൻകം എത്ര കൂടി എന്നാ പറയുന്നത്? 44% കൂടി. ഇപ്പൊ 44 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 8 32, 32 3 35. 3.52 ആണ് നമുക്ക് ചേഞ്ച് എന്ന് കിട്ടുന്നത്. 3.52 ആണ് ഇൻകത്തിൽ വന്ന ഇൻക്രീസ് എന്ന് പറയും. മന്ത്ലി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തത് എത്രയാണ്? 60% ആണ്. അതായത് 0.3 കൂടി. 6 5 30. 0.3 അല്ല 3 കൂടി. That's equal to 3 plus 0.52 ആണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. 0.52. വാട്ട് ഈസ് ദ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 52ന്റെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1040. അതായത് ഇൻറ്റു എത്ര വരും? ഇൻറ്റു ഓക്കെ അല്ലേ? മന്ത്ലി വാട്ട് ഈസ് ദ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ എക്സ്പെൻഡിച്ചർ 5 യൂണിറ്റ് ആണ്. അപ്പൊ 5 ഇൻറ്റു 2000 ചെയ്യുമ്പോൾ 10000. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 70ാമത്തെ ചോദ്യം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The monthly salary of a person was rupees 1,60,000. He used to spend on 3 heads: personal and family expense, tax and education loan. The rest were his savings. P was 50% of the income, E was 20% of P, and T was 15% of E. When his salary got raised by 30%, he maintained the percentage level of P, but E becomes 30% of P, T becomes 20% of E. The sum of the two savings in rupees is. എങ്ങനെ ചെയ്യും? ഞാൻ അദ്ദേഹത്തിന്റെ ഇൻകത്തെ ആദ്യത്തെ ഇൻകത്തിനെ 100 എന്നെടുക്കും. 100. ഓക്കെ. ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്? പേഴ്സണൽ ആൻഡ് ഫാമിലി എക്സ്പെൻസ് P, ടാക്സ് T, എഡ്യൂക്കേഷൻ ലോൺ E. ബാക്കി വരുന്നത് എന്ത് ചെയ്യുന്നു? അദ്ദേഹം സേവ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിലേക്ക് പോവാം. P was 50% ഓഫ് ദ ഇൻകം. P എന്ന് പറയുന്നത് ഇൻകത്തിന്റെ 50%. അതായത് 100ന്റെ 50%. 50 ആണ് P എന്ന് പറയുന്നത്. ഓക്കെ. T എന്ന് പറയുന്നത് 15% ഓഫ് E ആണ്. അപ്പൊ E എന്ന് പറയുന്നത് എന്താണ്? E was 20% ഓഫ് P ആണ്. E എന്ന് പറയുന്ന P യുടെ 20%. P യുടെ 20% എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. T എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1.5.
സേവിങ്സ് അപ്പൊ എന്തായി? 50 + 10 60. 61.5 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു. 61.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 38.5. ഓക്കെ അല്ലേ? സേവിങ്സ് 38.5. അടുത്ത സാലറി ഗോട്ട് റൈസ്ഡ് ബൈ 30%. അതായത് 100 ഉണ്ടായിരുന്നത് 130 ആയി കഴിഞ്ഞു. 130. He maintained the percentage level of P. Maintained the percentage level of P. Percentage level of P. ആദ്യമേ 50% ഇപ്പോഴും 50% തന്നെ ചിലവാക്കുന്നു. 130ന്റെ 50% എന്ന് പറയുന്നത് 65. But E becomes 30% of P. E എന്ന് പറയുന്നത് P യുടെ 30% ആയി. 6.5 × 3 18 19.5. Okay. T become 20% of E. T എന്ന് പറയുന്നത് 20% of E ആയി. 1.95 × 2 3.9. ഓക്കെ അല്ലേ? സേവിങ്സ് അപ്പൊ എത്രയായി? 65 75 85 85 3 88.4. 88.4 കഴിഞ്ഞാൽ ബാക്കി എത്രയാ ഉള്ളത്? 11.6 40.6 എന്ന് കിട്ടി. 40.6. എവിടെയും തെറ്റിയോ? 65 75 85 85 88.4 88.4 പോയാൽ ബാക്കി 100-ലാവുമ്പോഴത്തേക്ക് 11.6 41.6 ആണ് അല്ലേ? 41.6 ആണ്. 41.6%. അതായത് ഇവരുടെ സേവിങ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര വരും? 6 5 11 ശിഷ്ടം 1 8 2 10 0 ശിഷ്ടം 1 80.1% ആണ് ഇവരുടെ സേവിങ്സ് എന്ന് പറയുന്നത്. അതായത് 1,60,60,000ന്റെ 80.1%. 1,60,60,000ന്റെ 80.1% ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? ഇവിടുത്തെ ഈ പെർസെൻറ്റേജും ഈ 2 സീറോയും ക്യാൻസലായി. അതായത് 160 × 801 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. യൂണിറ്റ് ഡിജിറ്റ് 0 വരും. ഒരു അക്കം 0 ആണ്. അടുത്ത അക്കം എന്ന് പറയുന്നത് എന്ത് വരും? 6 വരും. 6 വരുന്ന ഒരേ ഓപ്ഷൻ എന്ന് പറയുന്നത് 1,28,160. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ചെയ്തൊക്കെ നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.